ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് മുന്നേ ഉള്ള ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മലയാളം മീഡിയമാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൽഫ്രഡ് മാർഷൽ, ആഡം സ്മിത്ത്, ലേണൽ റോബിൻസ്, പോൾ എ സാമുവൽസൺ. ആരായിരുന്നു? ആഡം സ്മിത്ത് ആണ് ഉത്തരം എന്ന് പറയുന്നത്. ആഡം സ്മിത്ത്. 2 ചുവടെ നൽകിയിരിക്കുന്നവയിൽ കാളിദാസ കൃതി അല്ലാത്തത് ഏത്? അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, മുദ്രരാക്ഷസം, വിക്രമോർവശീയം. ഏതാണ്? മുദ്രരാക്ഷസമാണ്. മൂന്നാമത്തേത്, പുറമേ നിന്നുള്ള ആക്രമണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്ന്. മറ്റ് 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? വെള്ളപ്പൊക്കം, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പകർച്ചവ്യാധികൾ. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തേത്, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭരണതലവനായ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്? പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതി ഹൈക്കോടതികളെയും ചീഫ് ജസ്റ്റിസ് മറ്റു ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായ പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യൽ, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. നമ്മളെല്ലാ ചുമതലകളും പറഞ്ഞു. ഇനി 5ാമത്തേത്, ചെറിയ തോത് ഭൂപടങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി 6ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവം, ധവള വിപ്ലവം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ പുരോഗതി, പാലും പാലുൽപ്പന്നങ്ങൾക്കും വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ ഉപയോഗപ്പെടുത്തി കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ പുരോഗതിയെ ഹരിത വിപ്ലവം എന്നും, അതുപോലെ തന്നെ പാലുൽപാദനത്തിൽ നടത്തിയ വർധനവിലെ അല്ലെങ്കിൽ ആ പദ്ധതിയെ ധവള വിപ്ലവം എന്നും പറയുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന് കർഷക രീതിയിലാണ്, മറ്റൊന്ന് എന്താണ്? പാലിലും പാലുൽപാദനത്തിനുമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിലെ 7ാമത്തെ ചോദ്യം, എ കോളത്തിലുള്ളവയ്ക്ക് അനുയോജ്യമായി ബി കോളത്തിലുള്ളവ ക്രമപ്പെടുത്തി എഴുതാനാണ്. എയിലുള്ളത് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ. ബിയിലുള്ളത് നെൽകൃഷി, മീൻപിടുത്തം, കന്നുകാലി വളർത്തൽ, വേട്ടയാടൽ. ഇതെങ്ങനെയാണ് കൂട്ടുകാരെ കറക്റ്റ് ചെയ്ത് എഴുതേണ്ടത്? കുറിഞ്ചിയുമായി ബന്ധപ്പെട്ടത് വേട്ടയാടലാണ്, മുല്ലയുമായി ബന്ധപ്പെട്ടത് കന്നുകാലി വളർത്തൽ, മരുതവുമായി ബന്ധപ്പെട്ടത് നെൽകൃഷി, നെയ്തലുമായി ബന്ധപ്പെട്ടത് മീൻപിടുത്തം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 8ാമത്തെ ചോദ്യം നോക്കാം. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന 3 മാർഗങ്ങൾ എഴുതുക. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഒന്നുകൂടെ പറയാം. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്. 9, ഭൂഗർഭജലവുമായി ബന്ധപ്പെട്ട 3 ആശയങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഓരോന്നും എന്താണെന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, സുഷിരതാവസ്ഥ. ഓക്കെ, പൊറോസിറ്റി എന്നുള്ളതാണ്. എന്താണ് സുഷിരാവസ്ഥ എന്ന് പറഞ്ഞാൽ? മണ്ണിൽ ധാരാളം സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങളുള്ള ഈ അവസ്ഥയാണ് സുഷിരതാവസ്ഥ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രവേശനീയതയാണ്. ഓക്കെ, ചിലയിനം ശിലകളിൽ സുഷിരതാവസ്ഥ കൂടുതലായിരിക്കും. ഇത്തരം ശിലകളിൽ ജലം കൂടുതൽ സംഭരിക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ പ്രവേശനീയത എന്ന് പറയുന്നത്. അടുത്തത് ജലപീഠമാണ്, വാട്ടർ ടേബിൾ ആണ്. ഭൂമിക്കടിയിൽ ധാരാളം ജലമുള്ള ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10 ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജലസംരക്ഷണ മാർഗങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഏതൊക്കെ എഴുതാം നമുക്ക്? മഴവെള്ളം സംഭരിക്കുക, ഉപരിതല നീരൊഴുക്ക് സംഭരിക്കുക, ജലത്തിൻ്റെ പുനഃചക്രമണം. ഓക്കെ, ഈ 3 നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. മഴവെള്ളം സംഭരിക്കുക, ഉപരിതല നീരൊഴുക്ക് സംഭരിക്കുക, ജലത്തിൻ്റെ പുനഃചക്രമണം. 11 ജലമലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങൾ ഏതൊക്കെയാണ്? ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നു, വായു, മണ്ണ് എന്നിവ മലിനപ്പെടുന്നു, ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. ഒന്നുകൂടെ പറയാം. ശുദ്ധജല ലഭ്യത പ്രതികൂലമായി ബാധിക്കുന്നു, വായു, മണ്ണ് എന്നിവ മലിനപ്പെടുന്നു, ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. ഓക്കെ, അടുത്തത് 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ 3 ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 12ാമത്തേത് മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതം ഗുപ്ത കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു? കൃഷി അടിസ്ഥാനമാക്കിയുള്ള കൈത്തൊഴിലുകൾ രൂപം കൊണ്ടു, വർണ്ണ സമ്പ്രദായം ശക്തമായി, ദാസന്മാർ എന്ന് വിളിച്ചിരുന്ന അടിമകൾ, കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായി. ഇതൊക്കെയാണ് മൗര്യ കാലഘട്ടത്തിൽ നിന്നും ഗുപ്ത കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി 13 ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 രീതിയിലാണുള്ളത്. ഒന്ന് വളർച്ചാപരമായിട്ട്, മറ്റൊന്ന് ആധുനികവൽക്കരണം, മറ്റൊന്ന് സ്വാശ്രയത്വം. ഓക്കെ, അപ്പോൾ വളർച്ചയുമായി ബന്ധപ്പെട്ടത് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ആധുനികവൽക്കരണത്തിലാണെങ്കിൽ നൂതന സാങ്കേതിക വിദഗ്ധ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ്. മറ്റൊന്ന് സ്വാശ്രയത്വമാണ്. മനുഷ്യവിഭവ ശേഷിയുടെ പ്രയോജനപ്പെടുത്തലും സാമ്പത്തിക ലാഭവും സ്വയം പര്യാപ്തതയും വിദേശ ആശ്രയത്വവും ഇല്ലാതാക്കുമെന്നും തുല്യത ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യനാണ്. ഗുപ്ത കാലഘട്ടത്തിൽ ഭാഷയിലും സാഹിത്യത്തിലും ഉണ്ടായ പുരോഗതി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? പ്രശസ്തരായ കവികളുണ്ടായിരുന്നു. ഹരിസേനൻ എന്ന കവി തയ്യാറാക്കിയ പ്രശസ്തിയിൽ നിന്നാണ് സമുദ്രഗുപ്തനെ കുറിച്ച് അറിയുന്നത്. സംസ്കൃത ഭാഷകളിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. കാളിദാസൻ, ശൂദ്രകൻ, വിശാഖദത്തൻ, വാഗ്ഭടൻ തുടങ്ങിയവരുടെ രചനകളും വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് എഴുതിയാൽ മാത്രം മതി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. 15 സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. സാമൂഹികരണത്തിനും പെരുമാറ്റ നിയന്ത്രണത്തിനും പറ്റിയ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹം രൂപം നൽകുന്നു. പോലീസ്, പട്ടാളം, കോടതി, ജയിൽ തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്നു. സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാക്കാത്തവർ മുന്നറിയിപ്പ് കൊടുക്കുകയും അത്തരം പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കാം. ഇനി 16 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 5 സ്കോർ വീതമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 ആണ്. പ്രധാന അന്തരീക്ഷ പാളികളേവ? ഏതെങ്കിലും 2 പാളികളുടെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്തരീക്ഷ മണ്ഡലത്തെ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഈ മണ്ഡലത്തിലാണ് ഉണ്ടാകുന്നത്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ട്രോപ്പോപാസ് എന്നറിയപ്പെടുന്നു. അതുപോലെ അടുത്തൊരു പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോപാസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങൾ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖല സമാന്തര മേഖല എന്നറിയപ്പെടുന്നു. ഓസോൺ പാളി അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞ് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി, വായു അറകളുടെ സാന്നിധ്യം ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരം സാധ്യമാക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല സ്ട്രാറ്റോസ്പാസ് എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തത് മിസോസ്ഫിയർ ആണ്. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന താപനില മിസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നു. ഉൽക്കകൾ മിസോസ്ഫിയറിലൂടെ പ്രവേശിക്കുമ്പോൾ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മിസോസ്പാസ് എന്നറിയപ്പെടുന്നു. അടുത്തത് തെർമോസ്ഫിയർ ആണ്.
ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം വർദ്ധിക്കുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയറിലാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 4 അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലെ അവസാനത്തെ ചോദ്യമാണ് 17. എന്താണ് ആഗോളതാപനം? ആഗോളതാപനത്തിന് ഇടയാക്കുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ എന്തെല്ലാം? ആഗോളതാപനം നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങൾ എഴുതുക. ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. വനനശീകരണം, ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, നിയമങ്ങൾ പാലിക്കുക, വ്യവസായവൽക്കരണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കുക, പൊതുവാഹനങ്ങൾ, സൈക്കിൾ ഇവ ഉപയോഗിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, പ്ലാസ്റ്റിക് വെടിമരുന്നുകൾ കത്തിക്കൽ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ആഗോളതാപനം നിയന്ത്രിക്കാനുള്ള പ്രധാനമായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.